ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആജുസ് ടെക്കി. ഇപ്പോൾ നമ്മൾ അംബ്രല കട്ടിങ് ഫ്രോക്ക് എങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ നോട്ട് എഴുതിയെടുക്കുക. ആദ്യം നമുക്ക് മേലത്തെ പാർട്ട് കട്ട് ചെയ്യുക. അതിന് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം ആദ്യം വീതിയിലേക്ക് മാർക്ക് ചെയ്യുക. 15ലേക്ക് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 15ലേക്ക് മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് നീളം മാർക്ക് ചെയ്യാം. നീളം ഞാൻ 15 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നീളത്തിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ സെൻറ്റർ ഇത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് എത്രയാണ്? ഫ്രണ്ട് നെക്ക് 5ഉം ബാക്ക് നെക്ക് 3ലേക്കും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് ഡീപ്പ് 2ലേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ നെക്ക് ഡീപ്പിൽ നിന്ന് നമ്മളെ നെക്കിലേക്ക് ഇങ്ങനൊരു ചെക്സ് കൊടുക്കുക. സെയിം അതേപോലെ തന്നെ ബാക്ക് നെക്കിനും. ഇപ്പം നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്കൊരു 3 എടുക്കാം. ഇപ്പോൾ ഷോൾഡർ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കൈയിൻ്റെ നീളത്തിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. 6ലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഇപ്പം നമ്മൾ ഷോൾഡറിൽ നിന്നും കൈയിലേക്കുള്ള നീളത്തിൽ കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവെടുക്കുക. ഇപ്പം ഞാനിവിടെ ചെസ്റ്റ് 9ആണ് എടുക്കാൻ പോകുന്നത്. 9ലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കൈയിൻ്റെ ഭാഗത്ത് നിന്ന് ചെസ്റ്റിലേക്ക് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എൻഡിലേക്ക് സ്ട്രൈറ്റ് ലൈൻ കൊടുത്തതിന് ശേഷം നമുക്കൊരു ക്രോസ് ലൈനും കൂടെ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് കൈയിൻ്റെ ഷേപ്പാണ്. ഷേപ്പ് കൊടുക്കുക. ഫ്രണ്ട് ഷേപ്പും ഉണ്ട് ബാക്ക് ഷേപ്പും ഉണ്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ മേലെ ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ മേലെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ സെപ്പറേറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് പോർഷനും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ഭാഗം കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ഈ താഴത്തെ അളവാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒരു 17 ഉണ്ട്. അപ്പോൾ ഈ 17 നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഇത് താഴത്തെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം ഒന്നും കൂടി നിങ്ങൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ഈ അറ്റത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ 17ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 17ൻ്റെ നേരെ ഹാഫാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 17ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8.5. 8.5ലേക്ക് നമ്മൾ ആദ്യം സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ ക്രോസ് ആയി കൊടുക്കണം. അപ്പം നമ്മൾ ഇവിടെ ക്രോസ് ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ക്രോസ് ലൈൻ കൊടുക്കേണ്ടത്? അപ്പം നമ്മൾ ഈ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്ലോസ് ആയിരിക്കണം. നമ്മളിവിടെ മടക്കിയത് ക്ലോസ് ആയിരിക്കണം. ഈ ഭാഗമാണ് ഓപ്പൺ, ഈ ഭാഗം ഓപ്പണാണ്. പക്ഷേ ഈ ഭാഗം ക്ലോസ് ആയിരിക്കണം. അത് മെയിൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിന് ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് നീളമാണ്. നീളം നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നീളം എടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 15 എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 15 എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ അറ്റത്ത് വെച്ച് എടുക്കരുത് ഒരിക്കലും. നമ്മൾ ഈ മാർക്ക് കൊടുത്ത ഈ ഷേപ്പ് കൊടുത്ത ഭാഗത്തു നിന്നാണ് നമ്മൾ 15 എടുക്കേണ്ടത്. അതുപോലെ തന്നെ റൗണ്ടിൽ നമ്മൾ 15 മാർക്ക് കൊടുക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെയും ഷേപ്പ് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ താഴെയും ഷേപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ താഴെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ താഴെ ഭാഗവും മേലെ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മേലത്തെ പാർട്ടിലേക്ക് ഇത് ജോയിൻറ്റ് ചെയ്യാം.
ഇങ്ങനെയാണ് അംബ്രല്ല കട്ടിങ് ഉള്ള ഫ്രോക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പേപ്പറിലായതുകൊണ്ട് അങ്ങനെ അങ്ങ് കംഫർട്ടായിട്ട് നിൽക്കില്ല, തുണിയിലാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നിൽക്കും. ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് തുണിയിൽ കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അതുവരെ ഇത് കട്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.